കരിമീനാണ്. ഇതിനകത്ത് രണ്ട് കരിമീനൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അതിനകത്തെ മാംസം നമുക്കിങ്ങ് മാറ്റിയിട്ട് ആ മുള്ള് അതേപോലെ നമുക്കതിൽ നിർത്താം. വാവാസ് കുസിലേക്ക് ഏവർക്കും സ്വാഗതം. അതിൽ നമുക്ക് ഈ മീനിൻ്റെ പുറത്തെ തോലങ്ങ് ചെത്തിക്കളയാം. അത് ഐസായിട്ടിരിക്കുന്നതുകൊണ്ട് തോല് ചെത്താൻ എളുപ്പമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലത്തെ ഈ തോല് ഇതേപോലെ ഒന്ന് ചെത്തിക്കളയാം. നമ്മൾ ആ മീനിൻ്റെ മാംസം എല്ലാം എടുത്ത് മാറ്റി, മുള്ളു മാത്രമേ ഉള്ളൂ. കണ്ടോ, അതിനകത്തുള്ള അഴുക്കും എല്ലാം എടുത്ത് കളഞ്ഞു. ആ മീനിൻ്റെ മുള്ളു മാത്രമാക്കി നമ്മളിവിടെ വെച്ചു. മാംസം എല്ലാം എടുത്തങ്ങ് മാറ്റി. ചുവന്നുള്ളിയുടെ പേസ്റ്റ്, വെളുത്തുള്ളിയുടെ പേസ്റ്റ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പുപൊടി, കറിവേപ്പിലയുടെ പേസ്റ്റ്, ഇതെല്ലാം കൂടെ നമുക്ക് അല്പം വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ആ കരിമീൻ്റെ മാംസം ഇളക്കിയെടുത്തതാണ്. മുള്ളു നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ, മുള്ളില്ലാത്ത വശം, അത് നമുക്ക് ഈ അരപ്പ് മസാല പുരട്ടി വൃത്തിയായിട്ട് അതിനകത്ത് മസാല പുരട്ടി നമുക്ക് അരമണിക്കൂർ ഒന്ന് അടച്ചു വെക്കാം. ഓക്കെ, ഇത് അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ മീൻ നമുക്ക് വൃത്തിയായിട്ടൊന്ന് മുരിച്ചെടുക്കാം. ആ മീൻ വൃത്തിയായിട്ട് ഇതേ മുരിഞ്ഞു. ഇതെല്ലാം നമുക്ക് വേറൊരു ബൗളിലോട്ട് നമുക്കിങ്ങ് ആ ഓയിലിനകത്തോട്ട് തന്നെ നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ആ ബട്ടറിനകത്തോട്ട് ഈ സവാള നമുക്ക് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. വൃത്തിയായിട്ടൊന്ന് മുരിച്ചെടുക്കാം. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കാം. മസാലകളെല്ലാം ഒന്ന് മുരിച്ചെടുക്കാം. ആ മസാല മൂത്തു ഞാനകത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഇത് വൃത്തിയായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കരിമീൻ്റെ ബിരിയാണി ഉണ്ടാക്കാൻ പോവാം. ആ മസാലകളെല്ലാം റെഡിയായി. ഞാനകത്തോട്ട് നമ്മൾ പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കാം. മസാലകളെല്ലാം നല്ല വൃത്തിയായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഉള്ളിലോട്ട് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കണം. ഇത് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ പാനിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ആ മീനിൻ്റെ മുള്ളൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, നമ്മുടെ കരിമീൻ്റെ മുള്ള് ഫ്രൈ ആയി. റെഡിയാക്കി വെച്ചേക്കുന്ന ബിരിയാണി ഇല്ലേ, ആ കരിമീൻ്റെ ഷേപ്പിൽ നമുക്കത് ഫില്ല് ചെയ്ത് വെക്കണം. അതിൻ്റെ അത്രയും വണ്ണം കരിമീൻ എങ്ങനെ ഇരിക്കുന്നോ അതേപോലെ നമുക്ക് ഈ 2 സൈഡിലും ഈ ചോറ് വെച്ച് ഫില്ല് ചെയ്തെടുക്കണം. ഓക്കെ, നമുക്ക് ഈ വശം മറ്റേ വശം ഫില്ല് ചെയ്യണമല്ലോ. നമുക്ക് പെയ്യൊന്ന് തിരിച്ച് 2 സൈഡിലും ആ റൈസ് റെഡിയാക്കി പ്രസ് ചെയ്ത് വെച്ചു. ഇനി തിരിച്ച് മറിച്ച് വിട്ട് ഒന്നുകൂടെ ഒന്ന് മുരിച്ചെടുക്കണം. ദേ നമ്മുടെ കരിമീൻ ബിരിയാണി റെഡി. തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ടൊന്ന് മാറ്റാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, നമ്മുടെ കരിമീൻ ബിരിയാണി റെഡി. ആ കരിമീനകത്ത് നിന്ന് നമ്മൾ അതിൻ്റെ മാംസം ഇങ്ങ് മാറ്റിയിട്ട് ആ കരിമീൻ്റെ മുള്ളു ഒന്നുകൂടെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് അതിനകത്തിട്ട് നമ്മൾ ആ മീനെടുത്ത് വറുത്ത് ബിരിയാണി റൈസുമായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കിയെടുത്ത കരിമീൻ ബിരിയാണി. അല്പം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആ മീനിൻ്റെ ഷേപ്പിൽ തന്നെ അത് വെച്ചിരിക്കുന്നതുകൊണ്ട് അത് തന്നെ അതുപോലെ ഇരിക്കും. മീൻ്റെ ഷേപ്പിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പിള്ളേർക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ വളരെ പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കരിമീൻ ബിരിയാണി. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ലഞ്ച് ടൈം കരിമീനെ നടുക്ക് നിർത്തിക്കൊണ്ട് കരിമീൻ ബിരിയാണി ഉണ്ടാക്കിയേക്കുന്നത് ഇഷ്ടമായോ? ഇന്നത്തെ ലഞ്ച് ടൈം കരിമീൻ്റെ ഷേപ്പ് കണ്ടോ? കരിമീൻ ബിരിയാണി. ഇനി ഇതേപോലെ നല്ലൊരു റെസിപ്പിയുമായി കടന്നു വരുന്നിടം വരെ ഏവർക്കും